നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ ബദൽ വികസന നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയായ ഫെസ്റ്റോയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ഏച്ചൂർ ബസാറിൽ നടന്ന പരിപാടി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ വി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സംവിധാനം ഇല്ലാതാക്കിയെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ്. രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതേസമയം സാമൂഹ്യ നിലവാര സൂചികയിൽ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിദരിദ്രരെ പോലും കണ്ടെത്തി ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന ബദൽ നയങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ നുണപ്രചരണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഒരു കൂട്ടം മാധ്യമങ്ങളും. അർഹതപ്പെട്ട കേന്ദ്ര സഹായം പോലും നൽകാതെ കേന്ദ്രം കേരളത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കാം, കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യവുമായി ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ ഫെസ്റ്റോ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തെ 30% വരുന്ന ജനതയാണ് ഇന്ത്യയിലെ തൊഴിൽ ശക്തി എന്ന് പറയാം. അതായത് 30% വരുന്ന ജനതയാണ് ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ളവർ. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വൃദ്ധജനങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെ തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്തവരോ ആയിരിക്കാം. ഈ 30%-ൽ 7% മാത്രമേ കൃത്യമായ വരുമാനം ലഭിക്കുന്ന തൊഴിലുള്ളൂ. ബാക്കി വരുന്ന 23%-നെ കുറിച്ചും ഈ കേന്ദ്ര ബഡ്ജറ്റിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു വികസിത രാഷ്ട്രത്തിന് വേണ്ടത് GDP-യുടെ ഒരു നിശ്ചിത ശതമാനം തുക, ഏറ്റവും ചുരുങ്ങിയത് 6% തുകയെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് നീക്കി വെക്കണം. വിദ്യാഭ്യാസമുള്ള ഒരു ജനതയുണ്ടായാൽ, മനുഷ്യ വിഭവശേഷി ഉണ്ടായാൽ മാത്രമേ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ എന്നുള്ളതുകൊണ്ട് തന്നെ GDP-യുടെ 6%-എങ്കിലും ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് തുകയൊന്നും തന്നെ നീക്കി വെക്കാതെ അത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ നോർത്ത് ഉപജില്ലാ സെക്രട്ടറി ദേവേശൻ ചാത്തോത്ത് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അജയകുമാർ, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രജീഷ് മാസ്റ്റർ, ഫെസ്റ്റോ പഞ്ചായത്ത് കൺവീനർ A രഞ്ജിത്ത്, KGOA ജില്ലാ കമ്മിറ്റി അംഗം K ധനേഷ് എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ.